പുതുവൈപ്പിനിൽ എസ് ശർമ്മ എംഎൽഎ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണം. അത്തരം സമരങ്ങൾ നിയമവിരുദ്ധമാകുമ്പോഴോ നീതിലംഘനം നടക്കുമ്പോഴൊക്കെയാണ് പോലീസ് ആക്ഷൻ വരിക സ്വാഭാവികമായിട്ട്. അത് തന്നെ അധികാരം പോലീസിനില്ല, എങ്കിലും സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അങ്ങനെ നിയമവിരുദ്ധമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ സമരത്തിൽ ഉണ്ടായതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞാൻ അന്വേഷിച്ചിടത്തോളം. അപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചി നഗരത്തിൽ സാധാരണ പ്രവർത്തകരെയും സമരത്തിന്റെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഓടിച്ചിട്ട് അടിക്കുന്ന രംഗം ടെലിവിഷനിലൂടെ എല്ലാവരും കണ്ടതാണ്. അപ്പം തന്നെ അതിനോടുള്ള പ്രതികരണം ഞാൻ നടത്തിയിരുന്നു. യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ ഈ കാണിച്ച നടപടി തികച്ചും തെറ്റാണ്. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയം സാധാരണ മനുഷ്യരോടും കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും പാവപ്പെട്ടവരോടും അനുകമ്പയുള്ള നയമാണ്. ആ നയത്തിന്റെ ലംഘനമാണ് യഥാർത്ഥത്തിൽ ഈ മർദ്ദനത്തിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളത് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് തലത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. അത് 21-ാം തീയതി 11 മണിക്ക് തിരുവനന്തപുരത്ത് ക്യാബിനറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ചർച്ച നടക്കും. ചർച്ചയിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഭാവി തീരുമാനങ്ങൾ ബന്ധപ്പെട്ടവർ ഗവൺമെന്റ് ആണെങ്കിലും പ്രോജക്ടിന്റെ ആളാണെങ്കിലും സമരത്തിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും സ്വീകരിക്കുക. ആ ചർച്ച വിളിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ IOC അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് കളക്ടർ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന് വേണ്ടി. ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം. തികച്ചും ദൗർഭാഗ്യകരമായി പോയി. ഈ നടപടി അനിവാര്യമായ ഒന്നായിരുന്നില്ല, തികച്ചും തെറ്റായൊരു നടപടിയാണ്. അത് പാവങ്ങളോട്, പ്രത്യേകിച്ച് തീരപ്രദേശത്ത് താമസിക്കുന്ന പച്ചയായ പട്ടിണി പാവങ്ങളാണവർ. അവരുടെ ജീവിതത്തെയും അവരുടെ ഭാവിയെയും കുറിച്ചുള്ള ഉത്കണ്ഠയാണ് അവർ ഈ സമരങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നത്. ആ ഉത്കണ്ഠ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി പുതുവൈപ്പിനിലെ പോലീസ് നടപടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് എസ് ശർമ്മ MLA. പോലീസിനെതിരെ നടപടി വേണം, പോലീസ് അതിക്രമം തെറ്റായി പോയെന്നും എസ് ശർമ്മ പറയുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.